Hello my dear students, welcome to EduZone, the commerce platform. EduZone, the commerce platformയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയാണ്. +1 അക്കൗണ്ടൻസിയിലെ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്ന ചാപ്റ്ററിൽ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഓരോ ഡേ ബുക്കുകളെ കുറിച്ചിട്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ ക്യാഷ് ബുക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഡബിൾ കോളം ക്യാഷ് ബുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. നമുക്കറിയാം അല്ലേ, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പെറ്റിയാണ്, പെറ്റി അടിക്കുക. അതായത് ചെറിയ എമൗണ്ടുകൾ, ചെറിയ എമൗണ്ടുകളൊക്കെ അതുപോലെയുള്ള ഡെയിലി ട്രാൻസാക്ഷൻസ്, അത്രയും സിമ്പിളായിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അത് നമ്മുടെ മെയിൻ ക്യാഷ്യർ ചെയ്യുന്നതിന് പകരം ഒരു പെറ്റി ക്യാഷ്യറാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏതൊക്കെയാണോ ചെറിയ എമൗണ്ടുകൾ, അതായത് നമ്മൾ ടീൻ്റെത് അല്ലെങ്കിൽ ഒരു ബസ് ഫെയർ, അങ്ങനത്തെ ചെറിയ ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കിന് പറയുന്ന പേരാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, വാട്ട് ഈസ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പറയാൻ പോകുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് 2 തരത്തിലുണ്ടെന്നും ഇംപ്രസ്ഡ് സിസ്റ്റം, സിമ്പിൾ സിസ്റ്റം ആയിട്ട് 2 തരത്തിലുണ്ട്. നമ്മളിവിടെ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതിൻ്റെ ശേഷം ഒരു പെറ്റി ക്യാഷ് ട്രാൻസാക്ഷനെ കുറിച്ചിട്ടൊരു പ്രോബ്ലം കൂടി നമ്മളിവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എ നമ്പർ ഓഫ് സ്മോൾ പേയ്മെൻറ്റ്സ് ലൈക്ക് ടെലിഫോൺ ബില്ല്, ടാക്സി ഫെയർ, പോസ്റ്റേജ്, കാർട്ടേജ് എക്സെട്ര ഹാവ് ടു ബി മെയ്ഡ് ബൈ എവരി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും ഇതുപോലുള്ള ചാർജ് വരും അല്ലേ. ഇൻ ദീസ് കേസ് എ പെറ്റി ക്യാഷ്യർ ഈസ് അപ്പോയിൻറ്റഡ് ടു മേക്ക് ഓൾ ദി സ്മോൾ പേയ്മെൻറ്റ്സ് and record the same in separate cash book called petty cash book. അതായത് ഓഫീസിലെ ചായ, ബസ് നിരക്ക്, ഇന്ധനം, പത്രം, ക്ലീനിങ്, പിന്നെ കാര്യങ്ങളൊക്കെ തൊഴിലാളികൾ പതിവ് ചിലവുകളുണ്ട്, ഡെയിലി ചിലവ്, ഇതൊക്കെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതിനൊരു പെറ്റി ക്യാഷ്യറെ തന്നെ അപ്പോയിൻ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞതാണ് ചെറിയ ഐറ്റംസ്, ഡെയിലി ഐറ്റംസാണ്, എന്നാൽ ചെറിയ ഐറ്റംസ് ആയിരിക്കും, എമൗണ്ട് ആയിരിക്കും ഇത്തരം ക്യാഷ് ട്രാൻസാക്ഷനിൽ ഉണ്ടാവുക. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പൊതുവായ ക്യാഷ് ബുക്ക് പരിപാലനത്തിന് പുറമെ, അതായത് മെയിൻ ക്യാഷ് ബുക്കിന് പുറമെ ബിസിനസ്സിൻ്റെ ചെറിയ ദൈനംദിന ചെലവുകൾ രേഖപ്പെടുത്തുന്നതിന് പെറ്റി ക്യാഷ് ബുക്ക് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ക്യാഷ് ബുക്കും പല കമ്പനികളിലും ഉണ്ടാവും. പെറ്റി ക്യാഷ് ബുക്ക് ഇൻറ്റു 2 types. First one, ordinary system. Under ordinary system, a lump sum amount of cash is given to the petty cashier. ഒരു എമൗണ്ട് പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. ആര്? മെയിൻ ക്യാഷ്യർ. When the whole amount is spent, the petty cashier submit the details of petty expenditure record in petty cash book to the head or chief cashier for review. സാധാരണ സംവിധാനം, അതായത് ഓർഡിനറി സിസ്റ്റം എന്ന് പറയുന്നത് പെറ്റി ക്യാഷ്യർക്ക് ഒരു വലിയ തുക നൽകും. മുഴുവൻ തുകയും ചിലവഴിക്കുമ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചിലവുകളെല്ലാം കൂടി ഒന്ന് വിശദീകരണം നടത്തി കൊടുക്കും. ഓക്കെ, അത് മെയിൻ ക്യാഷ്യർക്ക് കൊടുക്കും. ആണ് ഓർഡിനറി സിസ്റ്റം. അതായത് ഒരു എമൗണ്ട്, ഒരു ലംസം എമൗണ്ട്, അത്യാവശ്യം നല്ലൊരു സംഖ്യ കൊടുക്കും. ചിലവ് എത്രയാണോ ആ ചിലവുകളൊക്കെ ഈ ക്യാഷിൽ നിന്ന് എടുക്കുക, അത് ഇതുപോലെ റെക്കോർഡ് ചെയ്യുക. ആ ചെറിയ എമൗണ്ടുകളൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യുക, ക്യാഷ് തീരുമ്പോൾ വീണ്ടും പറയാം. അങ്ങനെയാണ് ഓർഡിനറി സിസ്റ്റത്തിൽ പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. അതായത് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നോൺ ആസ് ഫ്ലോട്ട്. ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഇതിലൊരു എമൗണ്ട് കൊടുക്കും, ഗിവൺ ടു ദി പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും. എന്തിനു വേണ്ടി? ടു മീറ്റ് പെറ്റി എക്സ്പെൻഡിച്ചർ ഫോർ ആൻ അഗ്രീഡ് പീരിയഡ് വിച്ച് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ഫോർ എ വീക്ക് ഓർ മന്ത്. അതായത് ഒരു മാസത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ കൊടുക്കും. അറ്റ് ദി എൻഡ് ഓഫ് അഗ്രീഡ് പീരീഡ്, ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ദ പെറ്റി ക്യാഷ്യർ സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ഹിം ടു ചീഫ് ക്യാഷ്യർ. അതായത് ഒരു സംഖ്യ കൊടുക്കും, ആ സംഖ്യ കൊടുത്തിട്ട് അത് ഒരാഴ്ചൻ്റെ ഉള്ളിലുള്ള എക്സ്പെൻസിന് അത് ഉപയോഗിക്കുക. ആ ആഴ്ചക്കുള്ള വരവ് എത്രയാണോ, ആ ആഴ്ചയിലുള്ള ചിലവ് എത്രയാണോ അത് റെക്കോർഡ് ചെയ്ത് മെയിൻ ക്യാഷ്യറെ ഏൽപ്പിക്കുക. ഈ സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഓക്കെ,
ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നോൺ ആസ് ഫ്ലോട്ട് ഈസ് ഗിവൺ ടു പെറ്റി ക്യാഷ്യർ, പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കും, ടു മീറ്റ് പെറ്റി എക്സ്പെൻഡിച്ചർ ഫോർ ആൻ അഗ്രീഡ് പീരിയഡ് വിച്ച് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ വീക്ക് ഓർ മന്ത്, മന്ത്ലി ആയിട്ടോ വീക്ക്ലി ആയിട്ടോ റിപ്പോർട്ട് കൊടുക്കുക. അറ്റ് ദി എൻഡ് ഓഫ് അഗ്രീഡ് പീരിയഡ് ദ പെറ്റി ക്യാഷ്യർ സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ഹിം ടു ദി ചീഫ് ക്യാഷ്യർ. ദാറ്റ് ഈസ് ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പോൾ പെറ്റി ക്യാഷ് എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പെറ്റി ക്യാഷ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മളിതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പഠിക്കണം. ഇതായി ഈ പിക്ചർ നോക്ക്, ഇതാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ്. അതായത് ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് കോളം ഉണ്ടാവും, ഡേറ്റ് കോളം, പിന്നെ ഡീറ്റെയിൽസ് അതായത് പർട്ടിക്കുലേഴ്സ്, വൗച്ചർ നമ്പർ, ടോട്ടൽ എമൗണ്ട്, പിന്നെ എന്തൊക്കെയാണോ നമ്മുടെ എക്സ്പെൻസ്, അതായത് എക്സ്പെൻസിൽ എമൗണ്ട് വരുമ്പോൾ പിന്നെ ചിലപ്പോൾ നമുക്ക് ബസ് ഫെയർ ആണെങ്കിൽ എക്സ്പെൻസ് 1 എന്നുള്ളിടത്ത് ബസ് ഫെയർ, ഇനി ടെലഗ്രാം, പിന്നെ സ്റ്റേഷനറി, അങ്ങനെ ഏതൊക്കെ ഐറ്റമാണോ ആ ഐറ്റത്തിൻ്റെ പേര് അവിടെ ഇങ്ങനെ എഴുതി വെക്കുക. ആ ഐറ്റം പർട്ടിക്കുലർ കോളത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ നേരെ എമൗണ്ട് കോളത്തിൽ ഓരോ ഐറ്റത്തിൻ്റെ എമൗണ്ടും എഴുതി വെക്കുക. ടോട്ടൽ കോളത്തിൽ ഓരോ ടോട്ടലും എഴുതി വെക്കുക. അങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റെഡി? യെസ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. പ്രിപ്പയർ അനാലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് ഇൻ ദ ബുക്ക് ഓഫ് റോബർട്ട് ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. 2017 സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള ട്രാൻസാക്ഷനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മളെന്താ വന്നത്, 1-ാം തീയതി നമുക്ക് ബാലൻസ് എത്രയുണ്ടാവും നോക്കണം അല്ലേ? കഴിഞ്ഞ മാസത്തെ ബാലൻസ്, അതാണ് ബാലൻസ് ഇൻ ഹാൻഡ്, കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട്. ഓക്കെ, അതിന് ശേഷം റിസീവ്ഡ് എ ചെക്ക് ടു മേക്ക് ദി ഇംപ്രസ്ഡ് എമൗണ്ട്, അതായത് ഇത്ര എമൗണ്ട് തരുകയാണല്ലോ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ. നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നമുക്ക് അവർ തരും. ആ ക്യാഷാണ് 230 നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ബാക്കി അതിലേക്ക് 2500 രൂപയാണ് നമുക്ക് അവർ തരാൻ കരുതിയത്. 230 നമ്മുടെ കയ്യിലുണ്ട്, ബാക്കി 2270 രൂപ ഇവിടെ ചെക്ക് നമുക്ക് തന്നു. പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ 2270 റുപ്പീസിൻ്റെ ചെക്ക് കൊടുത്തു. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ എഴുതി വെച്ചു. ഇനി ഓരോ ദിവസവും ട്രാൻസാക്ഷൻ എഴുതണം. പോസ്റ്റേജിന് 314 രൂപ ചിലവ് വന്നു. റെയിൽവേ ചാർജ്, റെയിൽവേ ടിക്കറ്റിന് വേണ്ടിയിട്ട് 280 രൂപ വന്നു. കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ വേണ്ടി 405 രൂപ. പ്രിൻറ്റിങ് ചാർജ് 500 രൂപ വന്നു. റിഫ്രഷ്മെൻറ്റ് ടു കസ്റ്റമേഴ്സിന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി 72 രൂപ വന്നു. പെന്ന്, അതിലേക്കുള്ള മഷി കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് 183 രൂപ. പെയ്ഡ് ഓട്ടോ ചാർജ് 75 രൂപ. അങ്ങനെ ഏറ്റവും ചെറിയ ചെറിയ എമൗണ്ടുകളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്, പെറ്റി ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഇതുപോലെ പെറ്റി ക്യാഷ് ബുക്ക് ഒന്ന് വരച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാണ്. അതായത് സെപ്റ്റംബർ 2-ാം തീയതി പോസ്റ്റ് ചെയ്യാനുള്ള ചാർജ് 314 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ 2 ഡേറ്റ് എഴുതി, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോസ്റ്റേജ് എഴുതി, വൗച്ചർ നമ്പർ ഒന്നും എഴുതാനില്ല. ടോട്ടൽ പേയ്മെൻറ്റിൽ ടോട്ടൽ പേയ്മെൻറ്റ് എഴുതണതിന് മുമ്പ് പോസ്റ്റേജ് എന്നൊരു കോളം നമ്മൾ ചെയ്തില്ലേ, ആ പോസ്റ്റേജ് കോളത്തിൽ 314 രൂപ എന്ന് എഴുതുക. എന്നിട്ട് ടോട്ടൽ ബാക്കിലേക്ക് തന്നെ ടോട്ടൽ പേയ്മെൻറ്റ് എന്ന കോളത്തിൽ 314 രൂപ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഓരോ എക്സ്പെൻസും ഓരോ കോളത്തിൻ്റെ താഴെയും എഴുതി വെക്കുക. ടോട്ടൽ എമൗണ്ട് ടോട്ടൽ കോളത്തിൽ എഴുതുക. പെർട്ടിക്കുലർസ് എമൗണ്ട് ഐറ്റംസ് ഏതൊക്കെയാണോ അത് പർട്ടിക്കുലേഴ്സ് കോളത്തിലും ഡേറ്റ് കോളത്തിൽ ഡേറ്റും കൃത്യമായിട്ട് എഴുതുക. ഓരോന്ന് നമ്മൾ പറയുകയാണ്. അടുത്തത് ഫ്ലൈറ്റ് ചാർജ്, അതായത് റെയിൽവേൻ്റെ ടിക്കറ്റാണ്. റെയിൽവേ ടിക്കറ്റ് നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതിയാണ് റെയിൽവേ ടിക്കറ്റ് എടുത്തത്, അതിന് 280 രൂപ. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ 8 എന്ന് എഴുതുക, പെർട്ടിക്കുലേഴ്സിൽ റെയിൽവേ ഫ്ലൈറ്റ് എഴുതുക, പിന്നെ കാരേജിൽ കൊണ്ടുപോയിട്ട് 280 രൂപ എഴുതി വെക്കുക. അടുത്തത് 10-ാം തീയതി കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ നമുക്ക് 405 രൂപ ചിലവ് വന്നു. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ഡേറ്റ് കോളത്തിൽ 10, പെർട്ടിക്കുലർ കോളത്തിൽ എന്താ നമ്മൾ എഴുതുക? കമ്പ്യൂട്ടർ റിപ്പയർ ചാർജ്. ഓക്കെ, അതെഴുതി. എന്നിട്ട്
റിപ്പയർ ടു കമ്പ്യൂട്ടർ എന്നൊരു എക്സ്പെൻസ് കോളം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നമ്മുടെ എമൗണ്ട് എത്ര രൂപയാണോ എമൗണ്ട് വന്നത് 405 രൂപ എഴുതുക. ദെൻ ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണ് പേ ചെയ്തത് 405 രൂപയാണ്. ആ 405 രൂപ എഴുതി വെക്കുക. ഇനി നമ്മൾ 12-ാം തീയതി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എമൗണ്ട് വന്നു 500 രൂപ. അത് നമ്മൾ എവിടെ എഴുതണം? ഡേറ്റ് കോളത്തിൽ 12, പർട്ടിക്കുലേഴ്സിൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എങ്ങനെയാണോ വന്നത്. ദെൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പറഞ്ഞ ഒരു എക്സ്പെൻസ് കോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോളത്തിൽ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് എഴുതിയതിന് ശേഷം അവിടെ നമ്മൾ എന്ത് എഴുതണം? 500 എമൗണ്ട് എത്ര രൂപയാണോ എന്ന് എഴുതി വെക്കുക. ഓക്കെ. ഇനി 16-ാം തീയതി റിഫ്രഷ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് റിഫ്രഷ്മെൻറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചിലവ് നമുക്കൊരു എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ അതുപോലെ സെയിം ആയിട്ട് ഡേറ്റ് കോളത്തിൽ 16-ാം തീയതി. ദെൻ നമ്മൾ റിഫ്രഷ്മെൻറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞൊരു കോളല്ല, പകരം സൺട്രീസ് എന്നൊരു എക്സ്പെൻസ് കോളം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ എഴുതാൻ. അപ്പോൾ സൺട്രീസ് എന്ന കോളത്തിൽ 72 രൂപ എമൗണ്ട് എഴുതുക. ഡേറ്റ് കോളത്തിൽ എന്നാണോ 16-ാം തീയതി ഡേറ്റ് എഴുതുക. പർട്ടിക്കുലേഴ്സിലെ കറക്റ്റ് എക്സ്പെൻസിൻ്റെ കാര്യം പറയാം. അതായത് റിഫ്രഷ്മെൻറ്റ് ടു കസ്റ്റമേഴ്സ് എന്ന് എഴുതുക. പിന്നെ ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ 72 രൂപ. ഓക്കെ. അടുത്ത പെറ്റി എക്സ്പെൻസ് എന്താണ്? 20-ാം തീയതി പെൻ ആൻഡ് ഇങ്ക്, പേനയും അതിലേക്കുള്ള മഷിയും വാങ്ങിയ വകയിൽ നമുക്ക് 183 രൂപ ചിലവ് വന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതണം. പർട്ടിക്കുലേഴ്സിൽ എന്താണോ പെൻ ആൻഡ് ഇങ്ക്, പേനയും മഷിയും വാങ്ങിയതാണ്. പിന്നെ നമ്മൾ ഏത് ഐറ്റത്തിലാണ് കൊണ്ട് എഴുതുക? പേന ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസിലാണ് എഴുതുക. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസിൽ 183 രൂപ എഴുതുക. ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ 183 രൂപ എഴുതുക. ഓക്കെ. അതുപോലെ ലാസ്റ്റ് ഐറ്റം സെപ്റ്റംബർ 22-ാം തീയതി ഓട്ടോ ചാർജ് 75 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ 22, പർട്ടിക്കുലേഴ്സിൽ ഓട്ടോ ചാർജ്. ദെൻ ട്രാവൽ ആൻഡ് എക്സ്പെൻസ് കോളത്തിൽ നമ്മൾ 75 രൂപ എഴുതി വെക്കുക. അത് എഴുതിയാൽ പിന്നെ നമ്മൾ ടോട്ടൽ കോളത്തിൽ എന്ത് ചെയ്തു? 75 രൂപ ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ. അപ്പോൾ നമ്മൾ ഓരോ എക്സ്പെൻസും എഴുതി വെച്ചു. ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണെന്ന് കൂടി നമ്മൾ എഴുതി വെച്ചു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ എമൗണ്ടുകളും ടോട്ടൽ ചെയ്യണം. എല്ലാ എക്സ്പെൻസും ഇതൊക്കെ നമുക്ക് വന്ന എക്സ്പെൻസ് അല്ലേ. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതിയതിന് ശേഷം ഈ എമൗണ്ടുകൾ ഫുള്ള് ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിലുള്ള എല്ലാ എമൗണ്ടും ടോട്ടൽ ചെയ്യാം. എത്ര കിട്ടുക? 1829 1829 രൂപ കിട്ടും. ഓക്കെ. പോസ്റ്റേജും അതുപോലെ ടോട്ടൽ ചെയ്യാം. പോസ്റ്റേജിൽ എത്ര രൂപയാണ് ടോട്ടൽ എമൗണ്ട്? 314 രൂപ. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അത് നമ്മൾ പ്രിൻറ്റിങ് ചാർജും ഉണ്ട്, പിന്നെ നമ്മുടെ പേന വാങ്ങിയതും അല്ലേ, 683 രൂപ വരും. ദെൻ കാരേജിൽ 280 രൂപ. ട്രാവലിംഗ് എക്സ്പെൻസിൽ 75 രൂപ. റിപ്പയർ ടു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ കൊടുത്ത ക്യാഷ് 405 രൂപ. ദെൻ സൺറൈസിൽ 72 രൂപ. ഓക്കെ. അങ്ങനെ ഓരോ എക്സ്പെൻസും ടോട്ടൽ ചെയ്തു. ടോട്ടൽ പേയ്മെൻറ്റും നമ്മൾ ടോട്ടൽ ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. നമ്മളെ കയ്യിൽ 2500 രൂപയാണ് സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ കോളത്തിൽ ബാലൻസ് ചെയ്യാണ് നമ്മൾ ആദ്യം ടോട്ടൽ ചെയ്ത് വെക്കുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. 2500 രൂപ 2 കോളത്തിൽ എഴുതി വെച്ചു. എന്നിട്ട് ആ മാസത്തിൻ്റെ ലാസ്റ്റ് 30-ാം തീയതി ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതിയതിന് ശേഷം എത്രയാണോ ഡിഫറൻസ്, ടോട്ടൽ എക്സ്പെൻസ് എത്രയാണോ, ടോട്ടൽ ഇൻകം നമ്മളെ കയ്യിലുള്ള വരുമാനം എത്രയാണ്? 2500 രൂപ അല്ലേ, 2500. നമ്മുടെ എക്സ്പെൻസോ 1829 1829 രൂപ എക്സ്പെൻസും ഉണ്ട് അല്ലേ. ഇത് രണ്ടിൻ്റെ ഡിഫറൻസാണ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക. 2500 രൂപയിൽ 1829 രൂപ നമുക്ക് ചിലവ് വന്നു. ബാക്കി നമ്മുടെ കയ്യിൽ എത്രയുണ്ടാവും? 671 രൂപ. ആ 671 രൂപ നമ്മൾ എങ്ങനെ എഴുതി വെക്കണം? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. 30-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 671 രൂപ എന്ന് എഴുതി വെക്കുക. എന്നിട്ടോ ആ മാസം അങ്ങനെയാണ് കഴിഞ്ഞു അല്ലേ.
ഇനി അടുത്ത മാസം തുടങ്ങുകയാണ്. പെറ്റി ക്യാഷ്യർ അതോടുകൂടി നിർത്തുമോ? ഇല്ല. അപ്പം നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞു. ഇനി ഒക്ടോബർ 1 എന്ന ഡേറ്റ് ഇട്ടതിന് ശേഷം ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് റെസിപ്റ്റ് കോളത്തിൽ എഴുതുക. 671 രൂപ. ക്ലിയർ? 671 രൂപ അതുവരെ എഴുതിയാൽ മതി. ക്യാഷ്യർ നമുക്ക് 2500 തരാനും വേണ്ടിയിട്ട് 1829 എന്ന് സെപ്പറേറ്റ് എഴുതാം. നോ പ്രോബ്ലം. അതായത് അടുത്ത മാസം നമുക്ക് എമൗണ്ട് വരികയാണ് അല്ലേ. അടുത്ത മാസം നമ്മൾ പെറ്റി ക്യാഷ് എമൗണ്ട് നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെറ്റി ക്യാഷ്യർ നമുക്ക് ക്യാഷ് തരും. ആ എമൗണ്ട് റെസിപ്റ്റ് കോളത്തിൽ തന്നെ നമ്മൾ എഴുതുക. അതായത് 2500 ആവണമെങ്കിൽ എത്ര ക്യാഷ് നമുക്ക് തരണം, ആ എമൗണ്ട് അവിടെ എഴുതി വെക്കുക. ഇതുപോലെ ആ മാസത്തെ പെറ്റി എക്സ്പെൻസും ഇതുപോലെ ഓരോ മാസവും എഴുതുക. ഇങ്ങനെ എഴുതുക. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ബുക്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ബുക്ക് പറഞ്ഞത് പെറ്റി ക്യാഷ് ബുക്കാണ്. കാരണം ഓരോ എക്സ്പെൻസിനും അതിൻ്റേതായ സെപ്പറേറ്റ് കോളം ചെയ്തു വെച്ചാൽ അതിലാണ്ട് എഴുതിയാൽ മതി എമൗണ്ട്. ടോട്ടൽ പേയ്മെൻറ്റ് കോളത്തിൽ ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് എഴുതി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിളാണ്. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ബാച്ചിൽ അതിൻ്റെ തൊട്ട് മുന്നേറ്റേ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ. ഇപ്പോൾ പെറ്റി ക്യാഷ് ബുക്ക് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടിയും പറയുകയാണ്. അതായത് മെയിൻ ക്യാഷ്യർക്ക് ഫുൾ ക്യാഷും സെറ്റിൽ ചെയ്യുന്നതിന് പകരം ചെറിയ ഡെയിലി എമൗണ്ടുകളുള്ള ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ഒരു പെറ്റി ക്യാഷ്യറെ ഏൽപ്പിക്കുന്ന വർക്കാണ് പെറ്റി ക്യാഷ് വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. ആ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് പെറ്റി ക്യാഷ്യർ. ഓക്കെ. മെയിൻ ക്യാഷ്യർ അല്ല, പെറ്റി ക്യാഷ്യർ. അതുകൊണ്ട് മെയിൻ ക്യാഷ്യർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാം. ക്ലിയർ? അത് ഓരോ മാസവും 2 രൂപത്തിലാണ്. ഇൻട്രസ്റ്റ് സിസ്റ്റമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത്ര എമൗണ്ട് കൊടുക്കുക, ആ എമൗണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? പെറ്റി ക്യാഷ് ബുക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മീനിങ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്, ദെൻ ടൈപ്സ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്, ദെൻ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി ഈ സെയിം വർക്ക് തന്നെ ക്വസ്റ്റ്യൻ മാത്രം എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. നമ്മൾ ഒരിക്കൽ കണ്ട പ്രോബ്ലം ആയതുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സിമ്പിളായിരിക്കും അല്ലേ. അതിന് ശേഷം ഞാനൊരു ക്വസ്റ്റ്യനും കൂടി സെൻഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യുക. അതിൻ്റെ ആൻസർ ക്ലിയർ ആണോ എന്ന് ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടി ആൻസർ കീ കൂടി ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻസർ കീ കൂടി നോക്കുക. എന്നിട്ട് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. എനിക്ക് എത്രമാത്രം ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ട്, ഏത് ഭാഗമാണെന്ന് മിസ്സായത് എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് ബാക്ക് വീഡിയോ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ക്ലിയർ? ഓക്കെ. താങ്ക് യു.